നമുക്ക് പോകുന്നുണ്ട്. ശ്രീ എം ലിജു, അഭിനന്ദനങ്ങൾ. പാലക്കാട്ടെ ചരിത്രം കുറിച്ച വിജയത്തിന് നാടിളക്കിയുള്ള പ്രചരണം, അതിനേക്കാൾ നാടിളക്കിയുള്ള ആഘോഷ പ്രകടനങ്ങൾ നമ്മൾ കാണുന്നു. അവിടെ ചരിത്രം തിരുത്തിക്കുറിച്ചു. വയനാട്ടിലും പ്രിയങ്ക ചരിത്രം തിരുത്തിക്കുറിച്ചു. പോളിംഗ് ശതമാനം ഇടിഞ്ഞെങ്കിലും അത് ആ രീതിയിൽ പ്രതിഫലിച്ചില്ല ഭൂരിപക്ഷത്തിൽ. രണ്ടിനും ലിജുവിൻ്റെ സാന്നിധ്യവും കയ്യൊപ്പും ഉണ്ട്. ലിജുവിനെ പോലുള്ള ഒരുപാട് നേതാക്കളുടെ സാന്നിധ്യമുണ്ട് ഈ വിജയങ്ങളിൽ. പക്ഷേ അപ്പോഴും രമ്യ ഹരിദാസിൻ്റെ പരാജയം അത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറയാൻ സർക്കാരിന് അവസരം ഒരുക്കി കൊടുത്തില്ലേ? ഒന്ന്. രണ്ട്, എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് പാലക്കാട്ട് നിങ്ങളുടെ വിജയം മഴവിൽ സഖ്യത്തിൻ്റെ, SDPIയുടെ, ജമാഅത്തയുടെ പിന്തുണയോടുകൂടി നേടിയ വിജയമാണെന്നാണ് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത്. മറുപടി ഒന്ന്, പാലക്കാട്ടെ വിജയം ഞങ്ങൾക്ക് കൂടുതൽ വളരെയധികം സന്തോഷം പകരുന്നുണ്ട്. അത് CPMൻ്റെ പരാജയത്തിനപ്പുറത്ത് BJPയുടെ കേരളത്തിലെ പതനത്തിൻ്റെ, അതായത് അവർ വലിയ കൊട്ടിഘോഷിച്ച ഒരു തൃശ്ശൂർ ഒരു തുടക്കമാണ് എന്നവർ പ്രഖ്യാപിച്ചതിനെ ഒരു പതനത്തിലെത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം പകരുന്നത്. പക്ഷേ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് എനിക്ക് തോന്നുന്നു ഈ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഈ വിജയം എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഉൾപ്പെടെയുള്ള CPMന് ഒട്ടും സന്തോഷം പകരുന്നില്ല. അത് അവരുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരുന്നല്ലോ. പാലക്കാട്ട് കടുത്ത ഭീഷണി നിലവിൽ നിന്ന പാലക്കാട്ട് അവരെ വിവാദങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾക്കെതിരെയാണ്. ട്രോളി തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം അവർ പരസ്യം കൊടുത്തത് സംഘപരിവാർ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൻ്റെ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു വ്യക്തിക്കെതിരെയാണ് അവർ പരസ്യം കൊടുത്തത്. മുൻപ് അവരുടെ ചർച്ചാ വിഷയം പോലും ആയിരുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് BJP അവർക്കൊരു ടാർഗറ്റ് ആയിരുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് CPMനപ്പുറത്ത് ഞങ്ങളുടെ ടാർഗറ്റ് തീർച്ചയായിട്ടും വർഗീയ രാഷ്ട്രീയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിജയം പാലക്കാട്ട് നേടാൻ സാധിച്ചത്, പ്രത്യേകിച്ച് BJP ബഹുദൂരം പിന്നിലാക്കാൻ സാധിച്ചു എന്നത് സന്തോഷം പകരുന്നൊരു കാര്യമാണ്. അത് ആശയപരമായ ഞങ്ങളുടെ വിജയമാണ്. രണ്ട്, ചേലക്കര ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത ഒരു നിയമസഭാ മണ്ഡലമാണ്. ഞങ്ങളുടെ പാർട്ടി അങ്ങേയറ്റം സംഘടനാപരമായി ശക്തിപ്പെടുത്താനും പ്രവർത്തനം നടത്താനും ഞങ്ങളെല്ലാവരും കൂട്ടായ ഒരു വലിയ പ്രവർത്തനം ചേലക്കരയിൽ നടന്നു. ഞങ്ങൾ ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഞങ്ങൾക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 83,000 വോട്ട് CPMന് കിട്ടിയ ഒരു നിയമസഭാ മണ്ഡലമാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി തുടർച്ചയായി CPM ജയിക്കുന്ന സ്ഥലമാണ്. CPMന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. CPMൻ്റെ സ്ഥാനാർത്ഥി പ്രാദേശിക സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എതിരഭിപ്രായങ്ങളുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയല്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ കടുത്ത ശ്രമമാണ് നടത്തിയത്. അതിന് ഫലമുണ്ടായി എന്ന് തന്നെയാണ് അരുൺ ഞങ്ങൾ വിശ്വസിക്കുന്നത്. 83,000 വോട്ടുണ്ടായിരുന്നൊരു പാർട്ടിക്ക് ഇപ്പോൾ 62,000 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെടുത്ത് ഭൂരിപക്ഷം 12,000-ൻ്റെ ഭൂരിപക്ഷമാണ്. അതൊരു സൂചനയാണ്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചന തന്നെയാണ്. കാരണം ജയവും പരാജയം കൊണ്ട് മാത്രം, ജയിച്ചു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ആ തരത്തിലല്ല അതിനെ നമ്മൾ ജനങ്ങളുടെ വോട്ടിങ്ങിലുണ്ടായ കുറവിനെയാണ് കണക്കിലെടുക്കേണ്ടത്. 83,000 വോട്ടിൽ നിന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 12,000-ലെത്തിയെങ്കിൽ 2026-ൽ ചേലക്കര ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വലിയ വിജയം. അപ്പം ഞങ്ങളിതിനെ ഈ തെരഞ്ഞെടുപ്പിനെ അനലൈസ് ചെയ്യുന്ന 2 തരത്തിലാണ്. ഒന്ന്, കേരളത്തിലെ BJPയുടെ പതനം, ഇനി തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം അവരുടെ കോട്ടകൊത്തളങ്ങളിൽ BJP തകർന്നടിഞ്ഞു എന്നത് ഞങ്ങൾ ഏറ്റവും ശുഭസൂചനയായി കാണുന്നു. 2, ഭരണവിരുദ്ധ വികാരമുണ്ട്. 3, സംഘടനാപരമായി എന്ന രീതിയിൽ പാർട്ടിയും ഒരു മുന്നണിയും കെട്ടുറപ്പോടെ ഞങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങൾ ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. 2025-ലെ ലോക്കൽ ബോഡിയും 2026-ലെ നിയമസഭയും ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമായിരിക്കും.